Hello, dear students. Today we are going to discuss heat and thermodynamics. അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇവിടെ ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പം ഡൈനാമിക്സ് എന്നുള്ള വേർഡിന്റെ മീനിങ് മൂവിങ് എന്നാണ്. അപ്പം മൂവ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്കറിയാം, ഈസി ആയിട്ട് മോളിക്കുലർ അട്രാക്ഷൻ കുറഞ്ഞ മൂവ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഗ്യാസസ് ആണ്. ഗ്യാസിന് ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ഒരു സെക്ഷനാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചോദിച്ചാൽ വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ്. ഒരു പർട്ടിക്കുലർ സെക്ഷൻ മാത്രമായിട്ട് എടുത്ത് ചെയ്യുകയാണ്. What is adiabatic? It is a sudden process. There is no exchange of heat between system and surroundings. But before that, we are going to give some another ideas to reach adiabatic process. Okay? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ച് ചോദിച്ചാൽ ആദ്യം നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് പറയാൻ പോകും. Specific heat എന്താണ്? It is the amount of heat required to increase the unit mass of a substance by 1 degree Celsius or 1 degree Kelvin. It is the amount of heat required to change, increase or decrease or change unit mass of a substance by 1 degree Celsius. അപ്പോൾ നമുക്ക് നോക്കാം. Q is quantity of heat supplied. Directly proportional. M mass of a substance. Delta T degree change. അപ്പോൾ heat required M mass in delta T increase ചെയ്യും. So നമ്മൾ Q is equal to വരുമ്പം this proportionality should be removed. ഒരു constant വരും. അപ്പോൾ നമ്മൾ M delta T എന്നാവും. Therefore Q is equal to MC delta T എന്നാവും. Okay. Where C is known as specific heat capacity. അപ്പോൾ C is equal to Q divided by M delta T നമുക്ക് എഴുതാം. Okay? If M is equal to 1 kilogram unit mass and delta T is equal to 1 K or 1 degree Celsius, നമുക്കറിയാം ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ 1 കെൽവിൻ ആണെങ്കിലും 1 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ചേഞ്ച് എല്ലാം ഒരുപോലെ. കാരണം കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലിലെയും ചേഞ്ച് ഒരുപോലാണ്. കാരണം രണ്ടും ഒരേപോലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻ കെൽവിൻ സ്കെയിലും ഇൻക്രീസ് ഇൻ സെൽഷ്യസ് സ്കെയിലും ഉണ്ടാകുന്ന ചേഞ്ച് എപ്പോഴും അത് ഇൻക്രീസ് ആയിക്കോട്ടെ ഡിക്രീസ് ആയിക്കോട്ടെ ചേഞ്ച് വിൽ ബി സെയിം. അപ്പോൾ ഡെൽറ്റ ടി 1 കെൽവിൻ ഓർ 1 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സി ഈസ് ഈക്വൽ ടു ഇത് എം യൂണിറ്റ് മാസ് ആയി ക്യൂ ആയി. അപ്പൊ എന്താ നമ്മുടെ ഡെഫിനേഷൻ ആയി? ഇറ്റ് ഈസ് ദ എമൗണ്ട്. വാട്ട് ഈസ് ദിസ് ക്യൂ? ക്യൂ സ്റ്റാൻഡ്സ് ഫോർ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ടു ചേഞ്ച് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ്. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആവാം ഡിക്രീസ് ആവാം. ചേഞ്ച് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 ഡിഗ്രി കെൽവിൻ. ഓക്കെ. അപ്പൊ ഇതാണ് സ്പെസിഫിക് ഹീറ്റ്. അപ്പൊ ഇത് നമ്മൾ സാധാരണ സ്പെസിഫിക് ഹീറ്റ് പറയുമ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് പറയും. സോളിഡ് ലിക്വിഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സോളിഡ് ഈസ് ആൻഡ് ലിക്വിഡ് ആർ ഇൻകംപ്രസിബിൾ. അത് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഒരു സോളിഡ് ബ്ലോക്ക് ഒരു ബോക്സിൽ എടുത്തിട്ട് അത് കംപ്രസ് ചെയ്യാൻ പോയാൽ അത് കംപ്രസിബിൾ ആവത്തില്ല, അത് പൊട്ടിപ്പോകും. ലിക്വിഡ് ഓൾസോ ഈസ് ഇൻകംപ്രസിബിൾ. അപ്പൊ നമ്മളൊരു സിലിണ്ടറിൽ സപ്പോസ് യു ടേക്ക് സം വാട്ടർ ഇൻ എ സിലിണ്ടർ വിത്ത് എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. അപ്പൊ ഇതിനകത്ത് വാട്ടർ ആണ് എങ്കിൽ യു കനോട്ട് കംപ്രസ് ദിസ് പിസ്റ്റൺ. കാരണം കംപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്രസ്ഡ് ആയെങ്കിൽ ഇത് പിസ്റ്റൺ താഴേക്ക് പോയാൽ ഈ സിലിണ്ടറിന്റെ ഹോൾസ് ബ്രേക്ക് ആവും. അതുകൊണ്ട് ലിക്വിഡ് ഈസ് ഓൾസോ ഇൻകംപ്രസിബിൾ. ബട്ട് ഗ്യാസ് അപ്പൊ എന്താ? ഗ്യാസ് ഈസ് കംപ്രസിബിൾ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സപ്പോസ് യു നോ pressurizing gas tube in a cycle tire or a cycle using a cycle pump, we can give air pressure to tire.
അപ്പൊ നമ്മൾ അവിടെ കംപ്രസ് ചെയ്യുക. ഹലോ, ദാറ്റ് മീൻസ് ഗ്യാസ് കംപ്രസിബിൾ ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഗ്യാസിനെ നമുക്ക് കംപ്രസ് ചെയ്യാം, പ്രഷറൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്യാസിന് രണ്ട് സ്പെസിഫിക് ഹീറ്റ് ഉണ്ട്. അപ്പൊ ഗ്യാസ് ഹാസ് ടു സ്പെസിഫിക് ഹീറ്റ്സ്. കാണാം, സോളിഡ്സിലും ലിക്വിഡിലും ഒറ്റ പർട്ടിക്കുലർ സ്പെസിഫിക് ഹീറ്റേ ഉള്ളൂ. ബട്ട് ഗ്യാസ് ഹാസ് ടു സ്പെസിഫിക് ഹീറ്റ്. വൺ ഈസ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം and specific heat at constant pressure. ആദ്യത്തെ നമ്മൾ സ്പെസിഫിക് അറ്റ് കോൺസ്റ്റന്റ് വോളിയം CV എന്നും സ്പെസിഫിക് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ CP എന്ന് പറയും. ഗ്യാസ് നമ്മൾ പറയുമ്പോൾ നോർമലി ഡിസ്കസ് ചെയ്യുമ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്നുള്ള ടൈംസിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്താ ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ്? സപ്പോസ് യു ടേക്ക് എ ഗ്യാസ്, ദാറ്റ് മീൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഫിസിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഗ്യാസ് ഐഡിയൽ ഗ്യാസ്. അപ്പം ഇതിനകത്ത് 1 mole ഓഫ് എ ഗ്യാസ് ആണ് ആൻഡ് വി ആർ ഗിവിംഗ് ടെമ്പറേച്ചർ. അപ്പൊ 1 mole ഓഫ് എ ഗ്യാസ് ബൈ 1 degree Celsius ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ നമ്മള് ഇതെന്താന്ന് ചോദിച്ചാൽ, അപ്പൊ ഇവിടെ നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ സ്പെസിഫിക് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ എന്താ സംഭവിക്കുന്നത് ചോദിക്കാം. ഇവിടെ നമ്മൾ പിസ്റ്റൺ എന്ത് ചെയ്ത് വെച്ചേക്കുക, ഫിക്സ്ഡ് ആണ്. സോറി, കോൺസ്റ്റന്റ് വോളിയം. പിസ്റ്റൺ ഫിക്സ്ഡ് ആണെന്ന് വിചാരിക്കുക. എന്തിനാ പിസ്റ്റൺ ഫിക്സ്ഡ് ആക്കുന്നത്? ടു കീപ്പ് വോളിയം കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പിസ്റ്റൺ ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. അത് ഐ ആം ഗിവിംഗ് ടെമ്പറേച്ചർ. അപ്പൊ ഈ ഹീറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സിലിണ്ടർ വിത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആണ്. അപ്പൊ വോൾസ് ഇൻസുലേറ്റിംഗ് ആണ്, കണ്ടക്ടിങ് ബേസ്. അപ്പൊ ഇതുവഴി മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ളൂ. ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോ ഇത് പിസ്റ്റൺ ഈസ് ഫിക്സ്ഡ് ടു കീപ് ദ വോളിയം കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ കൊടുക്കുക. അപ്പൊ ആ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ഗ്യാസിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹീറ്റ് സപ്ലൈഡ് ഈസ് ഓൺലി ഫോർ ചേഞ്ചിങ് ഇന്റേണൽ എനർജി. കാര്യം എന്താ? ഈ പിസ്റ്റണെ റൈസ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. That means heat supplied is only utilized for increasing internal energy. അപ്പൊ അത് 1 mole of a gas by 1 degree Celsius ആണെങ്കിൽ that is Q is equal to CV അല്ലേ? Specific heat is the amount of heat required to change 1 mole of a gas, 1 unit mass of a substance. ഗ്യാസ് വന്നപ്പോൾ അത് 1 mole of a gas by 1 degree rise in temperature. അപ്പൊ 1 mole of a gas by 1 degree rise in temperature is CV ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വോളിയം എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ആ കൊടുത്ത ഹീറ്റ് മുഴുവൻ, അപ്പൊ ആ കൊടുത്ത ഹീറ്റ് എന്ന് പറയുന്നത് 1 mole of a gas by 1 degree Celsius ആണ്. അപ്പൊ അവിടെ വോളിയം എന്തായിട്ട് നിൽക്കുക? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ Q മുഴുവൻ എന്തായിട്ട് മാറി? സ്പെസിഫിക് ആയിട്ട് കോൺസ്റ്റന്റ് വോളിയമായി. ഇത് മുഴുവൻ എന്തിനാ ഉപയോഗിച്ചത്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിക്ക്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇവിടെ പിസ്റ്റൺ ഫിക്സ്ഡ് ആണ്. അപ്പൊ 1 mole ഓഫ് എ ഗ്യാസ് ആണ്. അപ്പൊ കൊടുക്കുന്ന ടെമ്പറേച്ചർ 1 degree റൈസ് ആണെങ്കിൽ ദാറ്റ് മച്ച് ഹീറ്റ് ഈസ് amount of heat required to increase 1 mole of a gas by 1 degree rise in temperature is Q equal to അപ്പൊ എന്താ? CV ആവും. if piston is fixed. അങ്ങനെയാണെങ്കിൽ വോളിയം ബിക്കംസ് കോൺസ്റ്റന്റ്. അപ്പൊ ആ കൊടുത്ത ഹീറ്റ് മുഴുവൻ എന്തിനു മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? ഈ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി കൂടെ. നമുക്കറിയാം ഇന്റേണൽ എനർജി ഓഫ് എ ഗ്യാസ് ഈസ് മെയിൻലി കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ ഹീറ്റ് സപ്ലൈഡ് ഈസ് കോൺസ്റ്റന്റ് വോളിയത്തില് ആണെങ്കിൽ ആ ഹീറ്റ് സപ്ലൈഡ് ഈസ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ഇൻക്രീസിംഗ് ഇന്റേണൽ. ഇനി നമ്മൾ പിസ്റ്റൺ ഈസ് നോട്ട് ഫിക്സ്ഡ് ആണ്, എന്തായിരിക്കും സംഭവം? പിസ്റ്റൺ ഈസ് നോട്ട് ഫിക്സ്ഡ്, ഇതേ കേസ്. അപ്പൊ പിസ്റ്റൺ നോട്ട് ഫിക്സ്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കാം? കൊടുത്ത ഹീറ്റ് ഡെൽറ്റ Q ഹീറ്റ് സപ്ലൈ. ഇവിടെ 1 mole ഓഫ് എ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ്. അപ്പൊ എന്ത് പറ്റും? ഈ കൊടുക്കുന്ന ഇന്റേണൽ എനർജി കൊണ്ട് പിസ്റ്റൺ വിൽ റൈസസ് അപ്പ്. അപ്പൊ കൊടുക്കുന്ന ഹീറ്റ് കൊണ്ട് എന്ത് സംഭവിച്ചു? പിസ്റ്റൺ റൈസസ് അപ്പ്. അപ്പൊ പിസ്റ്റന്റെ വോളിയം കൂടി. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് പിസ്റ്റൺ റൈസ് ചെയ്ത് പിസ്റ്റൺ നൗ ന്യൂ പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ ഈസ് ദിസ് വൺ. അപ്പൊ ഇവിടെ എന്താ? ഡെൽറ്റ എക്സ് ഹൈറ്റ് പിസ്റ്റൺ റൈസ് ചെയ്യും.
ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് ഹീറ്റ് സപ്ലൈഡ് ഇങ്ങനെ ആരോ കാണിച്ചാൽ ഹീറ്റ് സപ്ലൈ. അപ്പൊ ഡെൽറ്റ ക്യൂ കൊടുക്കുന്ന ഹീറ്റ് ഇൻക്രീസിങ് ഇന്റേണൽ എനർജി അറ്റ് ദ സെയിം ടൈം എക്സ്റ്റേണൽ വർക്ക് കൂടെ നടക്കും. എപ്പോഴാ? പിസ്റ്റൺ ഈസ് നോട്ട് ഫിക്സ്ഡ്. എന്തിനാ പിസ്റ്റൺ ഫിക്സ്ഡ് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഇത് റൈസ് ചെയ്യുന്നത്? എന്തിനാ റൈസ് ചെയ്യുന്നത്? ഇന്റേണൽ എനർജി കൊണ്ട് ഇതിനകത്തെ പ്രഷർ കൂടുതലാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ആ പ്രഷർ കോമ്പൻസേറ്റ് ചെയ്യണം, പഴയ പ്രഷർ തിരിച്ചെത്തണം. അപ്പൊ അവിടെ പഴയ പ്രഷർ തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ പ്രഷർ ബിക്കംസ് റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ 1 mole ഓഫ് എ ഗ്യാസ് ബൈ 1 degree Celsius ആണെങ്കിൽ ഈ ഡെൽറ്റ ക്യൂ മുഴുവൻ ഉപയോഗിക്കുന്നത് ആ ഡെൽറ്റ ക്യൂ ഈസ് ഹീറ്റ് ഈസ് നോൺ ആസ് സി പി. ശരിയല്ലേ? അപ്പൊ ഈ സി പി എന്ന് പറയുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ്. ഇവിടെ പിസ്റ്റൺ ഈസ് ഫിക്സ്ഡ് ആണെങ്കിൽ 1 mole ഓഫ് എ ഗ്യാസ് ബൈ 1 degree Celsius ആണെങ്കിൽ അത് മുഴുവൻ സി വി ആണ്. ഹീറ്റ് സപ്ലൈഡ് ഈസ് ഇൻക്രീസിങ് ഇന്റേണൽ എനർജി. ആ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് ഡെൽറ്റ സി വി ആണ്. അതായത് 1 mole ഓഫ് എ ഗ്യാസ് ആയതുകൊണ്ട് അത് സ്പെസിഫിക് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. മുമ്പേ ഞാൻ പറയാൻ മറന്നുപോയി. അപ്പൊ ദാറ്റ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ അബ്സോർബ് ചെയ്ത ഹീറ്റ് മുഴുവൻ ഓൺലി യൂട്ടിലൈസ്ഡ് ഫോർ ഇൻക്രീസിങ് ഇൻ ഇന്റേണൽ എനർജി. ഇവിടെ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. എങ്ങനെ പ്രഷർ റീറ്റൈൻ ചെയ്യുന്നു? പിസ്റ്റൺ ഈസ് നോട്ട് ഫിക്സ്ഡ്. അപ്പൊ പിസ്റ്റൺ ഫിക്സ്ഡ് അല്ലെങ്കിൽ ഈ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി കൊണ്ട് സിസ്റ്റം എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. അപ്പൊ ഇൻക്രീസിങ് ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ഡൺ എന്ന്. ലുക്ക്, ദിസ് ബിക്കംസ് യു നോ ദിസ് വൺ. ദിസ് ഈസ് അവർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് സപ്ലൈഡ് ഈസ് ഇൻക്രീസിങ് ഇന്റേണൽ എനർജി ആൻഡ് ഡൂയിങ് വർക്ക്. എന്തിനു വേണ്ടി? ടു റീറ്റൈൻ ദ സെയിം പ്രഷർ. അപ്പൊ കൊടുത്ത ഹീറ്റ് മുഴുവൻ എന്തിനാ ഉപയോഗിച്ചത്? ഇൻക്രീസിങ് ഇന്റേണൽ എനർജി ആൻഡ് ഡൂയിങ് വർക്ക്. അപ്പൊ ഇത് 1 mole ഓഫ് എ ഗ്യാസ് ബൈ 1 degree റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ് എങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ബിക്കം എ സ്പെസിഫിക് ഹീറ്റ്. ആ സ്പെസിഫിക് ഹീറ്റ് എന്താ? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ നമ്മൾ രണ്ട് സ്പെസിഫിക് ഹീറ്റ് പഠിച്ചു, സി വി ആൻഡ് സി പി. അപ്പൊ സി വിയില് വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ കൊടുത്ത ഹീറ്റ് സപ്ലൈയില് ഇൻക്രീസിങ് ഇന്റേണൽ എനർജിയും, ഇൻ സി പിയില് കൊടുത്ത ഹീറ്റ് മുഴുവൻ കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് ഇൻക്രീസിങ് ഇന്റേണൽ എനർജി പ്ലസ് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക് വരും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ ആം ഗോയിങ് ടു കൺവേർട്ട് ദിസ് വൺ ഇൻ ടു അനദർ വേ. അപ്പൊ ഈ ഡെൽറ്റ ക്യൂ എന്ന് വിചാരിക്കുക, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തില് n mole ഓഫ് എ ഗ്യാസ് എന്ന് വിചാരിക്കുക. അപ്പൊ ഡെൽറ്റ ക്യൂ എത്രയായി? ഫോർ n moles ഇറ്റ് ഈസ് NCVI. 1 mole ഓഫ് എ ഗ്യാസിന് ബൈ 1 degree റൈസിനാണ് സി വി എങ്കിൽ n മോൾസിന് എത്രയാ? NCV. അപ്പൊ ഡെൽറ്റ ടി റൈസിന് എത്രയാ? NCV ഡെൽറ്റ ടി. അപ്പൊ ഇത് ആ NCV ഡെൽറ്റ ടി എന്ന് പറയുന്നത് അപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? ഇൻക്രീസിങ് ഇൻ എനർജി തന്നെ. നോക്ക്, സി വി ഇൻക്രീസിങ് ഇൻ എനർജി അല്ലേ? അപ്പൊ n മോൾസിന് എത്രയാ? സി വി 1 മോളിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 മോളിന് റിക്കയർ ചെയ്യുന്നതാണ് സി വി. അപ്പൊ n മോളിന് എത്രയാ? NCV. ഇൻക്രീസിങ് എത്രയാ? ഡെൽറ്റ ടി ആണെങ്കിൽ NCV ഡെൽറ്റ ടി ഈസ് ഡെൽറ്റ യു. ഓക്കെ. അപ്പൊ ഇവിടെ വരുമ്പോഴോ n മോൾസിലാണെങ്കിലോ NCP. റൈസിൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടിക്ക് ആണെങ്കിലോ ഡെൽറ്റ ടി. അപ്പൊ ആ ഡെൽറ്റ ക്യൂ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഇവിടുത്തെ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ 1 mole ഓഫ് എ ഗ്യാസിനാണ്. അപ്പൊ n mole ഓഫ് എ ഗ്യാസിനാണെങ്കിൽ അതെത്രയാ? NCPI ബൈ ചേഞ്ചിങ് ടെമ്പറേച്ചർ ഡെൽറ്റ ടി ആണെങ്കിൽ NCP ഡെൽറ്റ ടി. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്താലോ? അപ്പൊ എന്തായി മാറും? NCP ഡെൽറ്റ ടി ഈക്വൽ ടു n. ഡെൽറ്റ യു എത്രയാ? എടുക്കുന്നു NCV ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. Then what is delta W? Delta W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. വർക്ക് ഡൺ ഇൻ എ പ്രോസസ് എന്ന് പറഞ്ഞാൽ W ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, P ഡെൽറ്റ വി. ശരിയല്ലേ? ആ P ഡെൽറ്റ വി എന്ന് പറയുന്നത് ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു എത്രയാ? nRT. അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ചേഞ്ച് ഇവിടെ ആരാ? വോളിയം ആണ്. അപ്പൊ ഇവിടെ എന്ത് പറയും? N ഈസ് എ കോൺസ്റ്റന്റ് നമ്പർ ഓഫ് മോൾസ്, R is a constant, delta T. Appa P delta V we can substitute it as NCP delta T equal to NCV delta T plus NR delta T. Look, N delta T cancel cheyanengil veendum namukku CP is equal to CV plus R. You studied this one as our Mayer's relation.
അപ്പൊ നൗ ഹീറ്റ് സപ്ലൈഡ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഒന്നുകൂടെ റിട്ടേൺ ചെയ്താൽ ഇത് ഏത് കണ്ടീഷനിൽ നടക്കുന്നതാണ്? ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കൊടുക്കുന്ന ഹീറ്റ് ഇൻക്രീസിംഗ് ഇൻ എനർജി ഡൂയിങ് വർക്ക് ടു റീറ്റെയിൻ ദ സെയിം പ്രഷർ. അപ്പൊ എൻ സി പി ഡെൽറ്റ ടി ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി. ഈസ് ഡെൽറ്റ യു ഓൾറെഡി ഇൻക്രീസിംഗ് ഇൻ എനർജിയെ നമുക്ക് എപ്പോഴും ഏത് രീതിയിൽ അറിയാം? എൻ സി വി ഡെൽറ്റ ടി. അതിന്റെ കൂടെ എൻ ആർ ഡെൽറ്റ ടി കൂടെ വന്നു. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് റിലേഷൻ ആയിട്ട് പഠിച്ചു. അതിൽ നിന്നാണ് നമുക്ക് എൻ ഡെൽറ്റ ടി കട്ട് ചെയ്യുമ്പോൾ സി വി പ്ലസ് ആർ റിലേഷൻ എന്ന് പറഞ്ഞു. ഈ റിലേഷനെ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ സി വി. അപ്പൊ സി പി ബൈ സി വി എന്ന് വരും. ഇറ്റ് ബിക്കംസ് 1 പ്ലസ് ആർ ബൈ സി വി എന്ന് വരും. അപ്പം ആർ ബൈ സി വി എന്തോ സി പി ബൈ സി വി മൈനസ് 1. യു നോ ദാറ്റ് സി പി ബൈ സി വി എന്തോ ഗാമയാണ്. സി പി ബൈ സി വി is gamma, ratio of specific heat. Therefore, R by CV is equal to gamma minus 1. Therefore, specific heat at constant volume we can written in another way. It is very important for entrance examination. What is CV? In some questions you can see in terms of universal gas constant and ratio of specific heat. R by gamma minus 1. This is another relation. ഇത്ര കാര്യം ഓക്കെ ആയല്ലോ. Okay, now we are going to study work done in adiabatic process. ഞാൻ ഈ ട്രീറ്റ്മെന്റ് എടുത്തതിന്റെ കാരണം NCERT ടെക്സ്റ്റ് ബുക്കിൽ we have a different treatment and it is very lengthy. Now നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതാണ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടക്കുന്നതെന്ന് മനസ്സിലായി. ഇത് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വന്ന് പിടിക്കും. ഇതിനെ നമുക്ക് എൻ സി പി, എൻ മോൾസ് ഡെൽറ്റ ടി റൈസ് ആണെങ്കിൽ എൻ സി പി ഡെൽറ്റ ടി സി ഡെൽറ്റ യു എൻ സി വി ഡെൽറ്റ ടി എൻ ആർ ഡെൽറ്റ ടി എന്ന് എഴുതും. അതോടൊപ്പം തന്നെ സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ എന്ന് എഴുതും. അതോടൊപ്പം തന്നെ സി വി ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഇത്ര ഐഡിയ നമ്മുടെ മക്കൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ we can solve some problems also in thermodynamics. Okay, then work done in adiabatic process ലേക്ക് ഞാൻ പോകും. അപ്പൊ ഈ work done in adiabatic എന്ന് പറയുമ്പോൾ അത് ഹീറ്റ് എനർജി വിതൗട്ട് ഹാവിംഗ് ഫോഴ്സ് ഓർ വർക്ക് ഈസ് നോട്ട് ഡൺ. അപ്പൊ എങ്ങനെയാണ് ഈ വർക്ക് നടക്കുന്നത്? അപ്പൊ നമ്മള് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആവശ്യമാണ്. കാരണം ഹീറ്റ് സപ്ലൈഡ് വേണമല്ലോ, അപ്പൊ വർക്ക് നടക്കണമല്ലോ. അപ്പൊ ഇൻ അഡയാബാറ്റിക് പ്രോസസ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അഡയാബാറ്റിക് പ്രോസസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഒരു എക്സാമ്പിൾ പറയാം. സഡൻ പ്രോസസ് ആണ് അഡയാബാറ്റിക് എക്സെപ്റ്റ് ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്. ഐസോ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ തെർമോഡൈനാമിക് പ്രോസസ് ആർ വെരി വെരി സ്ലോ, ബട്ട് അഡയാബാറ്റിക് ഈസ് വെരി ഫാസ്റ്റ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു സൈക്കിളിന്റെ ട്യൂബിനകത്ത് കാറ്റ് നമ്മൾ ശക്തിയായിട്ട് അടിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് അതിന്റെ നോസിൽ തുറന്നു കൊടുക്കുക. അപ്പൊ നമുക്ക് നല്ല സൗണ്ടിൽ ഇങ്ങനെ കാറ്റ് പോകുന്ന ഇങ്ങനെ കാണാം. അപ്പൊ നിങ്ങൾ വളരെ നോക്കേണ്ടത് ആ കാറ്റ് നല്ല പ്രഷറൈസ് ചെയ്ത് അതിനകത്ത് നമ്മൾ സേവ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പം അതിനകത്ത് ഇന്റേണൽ എനർജി കൂടുതലാണ് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പൊ ആ ഗ്യാസ് മോളിക്യൂൾസ് ആ നോസിൽ കൂടെ സഡൻ ആയിട്ട് എസ്കേപ്പ് ചെയ്യുക. അപ്പൊ ആ ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അത് എസ്കേപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും ആ ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് അത് പുറത്തുനിന്ന് ഇങ്ങോട്ട് ഹീറ്റ് എടുക്കുകയോ ഇവിടുന്ന് അങ്ങോട്ട് ഹീറ്റ് കൊടുക്കുകയോ ചെയ്യുന്നില്ല. ആ എസ്കേപ്പ് ചെയ്യാൻ ഉപയോഗിച്ച വർക്കിന് ഉപയോഗിച്ച എനർജി മുഴുവൻ എവിടുന്ന ഇന്റേണൽ എനർജി. അതുകൊണ്ട് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റാ. സിസ്റ്റം പുറത്തുനിന്ന് ഹീറ്റ് എടുക്കുകയോ അകത്തുനിന്ന് ഹീറ്റ് പുറത്തോട്ട് കൊടുക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഡെൽറ്റ ക്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. കാണാം. അങ്ങനാണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു, അപ്പൊ 0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പൊ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എത്രയാ? മൈനസ് ഡെൽറ്റ യു. ഈ നെഗറ്റീവ് സൈന് ഒത്തിരി സിഗ്നിഫിക്കൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് സൈൻ? ഈസ് ഡിക്രീസ് ഇൻ ഇന്റർ എനർജി.
ഞാൻ പറഞ്ഞായിരുന്നു ഇന്റേണൽ എനർജി ഓഫ് എ ഗ്യാസ് ഈസ് മെയിൻലി ഡ്യൂ ടു കൈനറ്റിക് എനർജി. അല്ലെ, ഗ്യാസിന്റെ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി കുറയുക ചെയ്യുന്നു ഇന്റേണൽ എനർജി കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ. നിങ്ങൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പഠിക്കുന്നുണ്ട്. കൈനറ്റിക് എനർജി ഈസ് ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജി കുറഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കുറയണം. ടെമ്പറേച്ചർ കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്തപ്പം സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു. നിങ്ങൾ ആ ന്യൂസിലേക്കൂടെ സഡൻ ഫാസ്റ്റ് ആയിട്ട് പോയ ആ ഗ്യാസ് പോയി ഈ എയർ പ്രഷറിലെ എയർ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പോയ നോസിലൊന്ന് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും നോസില് തണുത്തിരിക്കുന്നതാണ്. കാരണം യു ക്യാൻ ഫീൽ ഇറ്റ് ആസ് ഇറ്റ് ഈസ് കോൾഡ്. അപ്പൊ എന്തുകൊണ്ട് തണുത്തു? ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്തു. ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്തപ്പം അത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി കുറഞ്ഞപ്പം കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പൊ കൈനറ്റിക് എനർജി കുറഞ്ഞാൽ ടെമ്പറേച്ചറും കുറഞ്ഞു. അതാണ് നോസിൽ തണുത്തത്. അപ്പൊ എവിടെ നിന്നുള്ള വർക്ക് എവിടുന്ന് എടുത്തു? സിസ്റ്റത്തിനകത്തു നിന്ന്. അപ്പൊ ആ എനർജി നോ എക്സ്ചേഞ്ച് അല്ലേ നടക്കുന്നത്. പുറത്തുനിന്ന് ഹീറ്റും വന്നില്ല, അകത്തുനിന്ന് ഹീറ്റ് പുറത്തോട്ടിട്ട് കൊടുത്തു. അപ്പൊ ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ് ഈസ് മൈനസ് ഡെൽറ്റ യു. നമുക്കറിയാം ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി ആണ്. ശരിയല്ലേ? കാരണം ഇൻക്രീസ് ഇൻ എനർജി മാത്രം നടക്കുന്ന പ്രോസസ്സിൽ കൊടുക്കുന്ന ഹീറ്റ് സപ്ലൈഡ് ഡെൽറ്റ യു ഈസ് എൻ സി വി ഡെൽറ്റ ടി ഫോർ എൻ മോൾസ് ഓഫ് ഗ്യാസ്. അപ്പൊ നമുക്ക് ഈ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതാൻ. അപ്പൊ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ എനർജി ആണ് അഡിയാബാറ്റിക് പ്രോസസ്. കാരണം ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ആ ഡെൽറ്റ യു എത്രയാ? എൻ സി വി ഡെൽറ്റ ടി. ഐ ടോൾഡ് യു സി വി ഈസ് ഈക്വൽ ടു ആർ ബൈ ഗാമ മൈനസ് 1. കണ്ടോ? 4 സ്റ്റെപ്പിൽ വി വിൽ പ്രൂവ് വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ്. എൻ സി വി മൈനസ് ഓഫ് എൻ സി വി. സി വി ഈസ് ആർ ബൈ ഗാമ മൈനസ് 1. ഡെൽറ്റ ടി എത്രയാ? ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് അല്ലേ? ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണല്ലോ ഡിഫറൻസ്. അപ്പൊ ഇതെന്ത് വരും? എൻ ആർ ഗാമ മൈനസ് 1. ഓക്കെ, ഈ മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ T1 മൈനസ് T2 എന്ന് വരും. അപ്പൊ ഡെൽറ്റ ഡബ്ല്യു കണ്ടോ? അപ്പൊ നിങ്ങൾ വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഡിക്രീസ് ഇൻ എനർജിയുടെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് T1. ഫസ്റ്റ് ടെമ്പറേച്ചർ ഈസ് ലെസ് ദാൻ ഫൈനൽ ടെമ്പറേച്ചർ. അപ്പൊ ആദ്യം നോക്കിയേ, ഏതാ കൂടുതൽ? ഫസ്റ്റ് ആണ് കൂടുതൽ. അപ്പൊ ആ T1 മൈനസ് T2 എന്ന് പറയുമ്പോൾ T2 കുറവാണ്, T1 കൂടുതലാണ്. കണ്ടോ? അപ്പൊ നമ്മള് ഈ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോ T2 മൈനസ് T1 എന്നുള്ളത് എന്തായി? T1 മൈനസ് T2 ആയി മാറി. ഓർക്കുക T1. അപ്പം അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എക്സ്പാൻഷൻ നടക്കുമ്പോ എപ്പോഴും പോസിറ്റീവ് വർക്കാ. നോക്കൂ, ഈ വർക്കപ്പ് എന്താ? നിങ്ങൾ ഇവിടെ നോക്കുമ്പോ നെഗറ്റീവ് സൈനാ. പക്ഷെ T2 മൈനസ് T1 എന്തോ? T1 ഈസ് ഗ്രേറ്റർ ദാൻ T2. അപ്പൊ T2 മൈനസ് T1 എന്താ? പോസിറ്റീവ്. നെഗറ്റീവാ. ആ നെഗറ്റീവോട് കൂടുമ്പോ എന്താ? പോസിറ്റീവ്. ആ നെഗറ്റീവ് വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ T1 മൈനസ് T2 നമുക്ക് മനസ്സിലായി ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇതാ നമ്മുടെ ആൻസർ. അപ്പൊ വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ് ഈസ് W. നമുക്ക് ഡെൽറ്റ W ആണ്. NR ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2 എന്നാണ് നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുന്നത്. ഇത് വേറെ രീതിയിലൂടെ നമുക്കറിയാം PV ഈസ് ഈക്വൽ ടു nRT, isn't it, for ideal gas equation. Ideal gas equation. Okay, now നമുക്ക് W അപ്പൊ എന്താ? nRT1. അപ്പൊ എത്രയാ? P1 V1 ആണ്. P1 V1 ഈസ് ഈക്വൽ ടു nRT1. അപ്പൊ P2 V2 ഈസ് ഈക്വൽ ടു എത്രയാ? nRT2. അപ്പൊ നമ്മുടെ ഈ ഫോർമുല എന്തായി മാറും? നമ്മുടെ ഫോർമുല W ഈസ് ഈക്വൽ ടു P1 V1 nRT1 P1 V1 minus nRT2 P2 V2 divided by gamma minus 1. അത് നമുക്ക് ഡെൽറ്റ PV divided by gamma minus 1. ഞാൻ ഇത് ഇക്വേഷൻ എല്ലാം എഴുതാൻ കാരണം ഐസോതെർമൽ അഡിയാബാറ്റിക് ഐസോകോറിക്കില് ഒരു തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ്, അതായത് ഐദർ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ടെമ്പറേച്ചറും വോളിയം ചേഞ്ച് ചെയ്യുള്ളൂ. ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്, അപ്പൊ പ്രഷറും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്,
അവിടെ ചേഞ്ച് ചെയ്യുന്നത് പ്രഷറും വോളിയവും ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അഡയബാറ്റിക് എല്ലാം ചേഞ്ച് ചെയ്യുന്നു എന്ന് കാണിക്കാനാ. ഇതൊക്കെ ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്, പ്രഷറും വോളിയവും ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചസ് ടേക്സ് പ്ലേസ്. വൺസ് അഗൈൻ ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ചസ്. ഐസോകോറിക്കില് വോളിയം കോൺസ്റ്റന്റ് ആണ്, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ചസ്. ആൻഡ് ഐസോതെർമലില് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, പ്രഷർ ആൻഡ് വോളിയം ചേഞ്ചസ് ടേക്സ് പ്ലേസ്. പക്ഷേ അഡയബാറ്റിക്കില് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ചസ് ടേക്സ് പ്ലേസ് എന്നുള്ളതാണ് ഇവിടെ. അപ്പൊ ഇതാണ് NCERT നിങ്ങൾ കാണുന്ന ആ ലെങ്തി ഡെറിവേഷന്റെ ഫൈനൽ വാല്യൂ. Okay, well, we have used only 4 steps to prove work done in adiabatic process. I think all of you clear. It will be very helpful for entrance examination, at the same time board examination. Okay, thank you.